നമുക്ക് നമ്മുടെ നോഡ്.js-ന്റെ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഈ സെഷനിൽ ഉദ്ദേശിക്കുന്നത്. നോഡ്.js അതുപോലെ എക്സ്പ്രസ് അതുപോലെ പോസ്റ്റ്ഗ്രസിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ വളരെ ബ്രീഫാണ് ആക്ച്വലി. സോ ഞാനത് ഒരു ക്വിക്ക് ഓവർവ്യൂ നമുക്ക് തരാം. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു ഇൻസ്റ്റാളേഷൻ്റെ ഒരു പാർട്ട് നമ്മളിതിൽ കാണിക്കുക. അതാണ് നമ്മുടെ പ്രൈമറി ഉദ്ദേശം. അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഫുള്ളി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് സെപ്പറേറ്റ് വീഡിയോ ഇറക്കേണ്ട ആവശ്യമില്ല തോന്നുന്നു എനിക്ക്. കാരണം വേറൊന്നുമല്ല, നമ്മൾ നമ്മുടെ ഇതിൻ്റെ ഒരു യൂസേഴ്സ് നിങ്ങൾക്കൊരു ബേസിക് നോഡ്.js അണ്ടർസ്റ്റാൻഡ് ഉണ്ടെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മൾ റെസ്റ്റ് API-യിലോട്ടാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ടായിട്ടുള്ള പോസ്റ്റ്ഗ്രസ് അതുപോലെ തന്നെ എക്സ്പ്രസ്സിലോട്ടാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നോഡ്.js ഓഫ് കോഴ്സ്. അപ്പോൾ നമുക്ക് നോഡ്.js-ലോട്ട് എന്താണ് നോഡ്.js എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം കുറേ ആൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു സ്കിപ്പ്. ഇവിടെ ബേസിക് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്. പറയാൻ പോകുന്നത് എന്താണ് നോഡ്.js, എന്താണ് എക്സ്പ്രസ്, എന്താണ് പോസ്റ്റ്ഗ്രസ്, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അത് മാത്രമാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോഡ്.js എന്താണ്? നോഡ്.js ആക്ച്വലി എല്ലാവർക്കും അറിയാം, ഒരു ഓപ്പൺ സോഴ്സ് ക്രോസ് പ്ലാറ്റ്ഫോം ജാവാസ്ക്രിപ്റ്റ് റൺ ടൈം എൻവിറോൺമെൻ്റ് ആണ്. ഇതിൻ്റെ ഒരു മെയിൻ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ റണ്ണിങ് ജാവാസ്ക്രിപ്റ്റ് ഓൺ ദ സെർവർ സൈഡ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഐഡിയ. സോ നമുക്ക് അറിയാം, നമ്മൾ ഡെവലപ്പ് ചെയ്തപ്പോൾ പണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പണ്ടുപോലെ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത ആളുകൾക്കറിയാം, വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത ആളുകൾക്കറിയാം, നമ്മൾ അധികവും ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിരുന്നത് ഫ്രണ്ട് എൻഡിൽ വാലിഡേഷൻസിനും അതുപോലെ ആനിമേഷൻസിനും അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ റാൻഡ് ദാൽ നോഡ്.js-ന്റെ ക്രിയേറ്റർ ഈ നോഡ്.js-നെടുത്ത് എന്തുകൊണ്ട് നമുക്ക് ഇതിനെ ബാക്ക് എൻഡിൽ റൺ ചെയ്തുകൂടാ, അല്ലെങ്കിൽ ഫോർ സെയിം ലാംഗ്വേജ് തന്നെ നമുക്ക് സെർവർ സൈഡിങ്ങിനും ബ്രൗസർ സൈഡിൽ നമുക്ക് ഉപയോഗിച്ചുകൂടാ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നാണ് ആൾ നോഡ്.js ഡെവലപ്പ് ചെയ്തത്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ കമ്മ്യൂണിറ്റി ഇതിനെ ഏറ്റെടുത്തു. പിന്നെ നിങ്ങൾക്കറിയാം, ഒരു വളരെ വൺ സക്സസ് ആയിരുന്നു ആക്ച്വലി. വെബ് ഡെവലപ്മെൻറ്റിൻ്റെയും വെബ് ആപ്ലിക്കേഷൻസിൻ്റെയും ഗതി മാറ്റിമറിച്ച ഒരു ഇന്നോവേഷനാണ് നോഡ്.js ഡെവലപ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ അസിങ്ക്രോണസ് ആൻഡ് ഇവന്റ് ഡ്രിവൻ നാച്ചറാണ്. സോ എന്താണ് അസിങ്ക്രോണസ് ഇവന്റ് ഡ്രിവൻ നാച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോഡ്.js-ൽ ഒട്ടുമിക്ക കൺസ്ട്രക്ട്സും നമ്മൾ ഉപയോഗിക്കുന്ന കോർ കമ്പോണൻസ് എല്ലാം ഇവൻറ്റ്സുകൾ എമിറ്റ് ചെയ്യുന്നു. ആ ഇവൻറ്റുകൾ വഴിയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ആ ഇവൻറ്റുകൾ ലിസൺ ചെയ്യാം, അപ്രോപ്രിയേറ്റ് ആക്ഷൻസ് ചെയ്യാം. സോ ഏറ്റവും ബേസിക് തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വെബ്സൈറ്റിലോട്ടൊരു റിക്വസ്റ്റ് വരുമ്പോൾ അതൊരു നോഡ്.js-ന്റെ ബാക്ക് എൻഡ് സൈഡിൽ കുറേ ഇവൻറ്റുകളായിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ അതാണ് മെയിനായിട്ട് നമ്മൾ ഇവന്റ് ഡ്രിവൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റം ഇവൻറ്റുകൾ എമിറ്റ് ചെയ്യാം, ആ ഇവൻറ്റുകൾ ലിസൺ ചെയ്യാം, എന്നിട്ട് നമുക്ക് അപ്രോപ്രിയേറ്റ് കോൾ ബാക്സ് ബുക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവന്റ് ഡ്രിവൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവന്റ് ഡ്രിവൺ ആയതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമുക്ക് എപ്പോഴും അത് ഒരു റിയൽ ടൈം ആയിരിക്കും. അതായത് വെനെവർ ഈവൻ ഹാപ്പൻസ് വി ക്യാൻ റൺ അവർ കോൾ ബാക്സ് ആൻഡ് എവരിത്തിങ്. സോ അത് വളരെ എഫിഷ്യൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് നോഡ്.js-ന്റെ ഇന്നറിലോട്ട് കൂടുതൽ നമ്മൾ കോറിലോട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഇതെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യും, ഇത് എവിടേക്കാണ് നമുക്ക് ബോട്ടിൽ നെക്സ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളും നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. അത് നമ്മൾ കൂടുതൽ ഇന്റേണലിലോട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അസിങ്ക്രോണസ് നാച്ചർ എന്ന് പറയുമ്പോൾ എല്ലാ ഇവൻറ്റ്സും അസിങ്ക്രോണസ് ആയിട്ടാണ്, അതായത് നോൺ ബ്ലോക്കിംഗ് IO മോഡലിലാണ് വർക്ക് ചെയ്യുന്നത്. നോഡ്.js-ന്റെ ഒരു ഇവന്റ് ലൂപ്പ് എന്നുള്ളൊരു മെക്കാനിസമാണ് ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് പല റിക്വസ്റ്റുകൾ അല്ലെങ്കിൽ പല ഇവൻറ്റുകളിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലക്സ് ചെയ്യാം. എന്നിട്ട് അപ്രോപ്രിയേറ്റ് ടൈമിൽ അത് ടേൺ ബൈ ടേൺ അത് എക്സിക്യൂഷൻ നടക്കും. അതാണ് നമ്മുടെ ഒരു അസിങ്ക്രോണസ് നാച്ചർ കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നോഡ്.js സിംഗിൾ ത്രെഡഡ് ആണ്. അപ്പോൾ സിംഗിൾ ത്രെഡഡ് എന്ന് പറയുന്നത് എൻറ്റയർലി ട്രൂ അല്ല. ഓക്കെ, സോ നോഡ്.js-ന്റെ അണ്ടർ ദ ഹുഡ് LibUV എന്നുള്ള ഒരു ലൈബ്രറി ആണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ LibUV ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ LibUV-ന് ഇന്റേണലി കുറേ ത്രെഡുകൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ത്രെഡുകളുടെ എണ്ണം ലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ എൻറ്റയർലി സിംഗിൾ ത്രെഡഡ് ആണെന്ന് പറയുന്നത് അത്ര സ്യൂട്ടബിൾ അല്ല. പക്ഷേ സ്റ്റിൽ നമുക്ക് പറയാം, കാരണം അതിൻ്റെ കോഡ് എക്സിക്യൂഷൻ ത്രെഡ് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ത്രെഡ് ഒന്നേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ കോഡ് ഭയങ്കര
CPU ഇൻറ്റൻസീവ് ഓപ്പറേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ എൻ്റയർ ആപ്ലിക്കേഷൻ സ്റ്റാൾ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റയർ ആപ്ലിക്കേഷൻ സ്റ്റാർവ് ചെയ്യും. കാരണം അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഇത് എക്സിക്യൂഷൻ നടക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഇതിൽ ഈ ഒരു സെക്ഷനിലോട്ട് നോക്കുമ്പോൾ പഠിച്ചിരിക്കേണ്ടത് ഇവൻറ്റ് ലൂപ്പിൻ്റെ വർക്കിംഗ് ആണ്. എങ്ങനെയാണ് ഇവൻറ്റ് ലൂപ്പ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് കൺകറൻറ്റ് കണക്ഷൻസ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്, ഇതുമെല്ലാം. അപ്പോൾ നമുക്കതൊരു വേറൊരു വീഡിയോ ആയിട്ട് എൻ്റെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. കാരണം ഈ ഒരു വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതിൻ്റെ സ്കോപ്പ് ഔട്ട് ഓഫ് ദ സ്കോപ്പാണ് ആക്ച്വലി നമ്മുടെ. അപ്പോൾ നമുക്കത് വേറൊരു വീഡിയോ ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് നല്ല ടോക്കുകൾ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനത് റിപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് കൂടുതലായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്രോസ് പ്ലാറ്റ്ഫോമാണ് ഒബ്വിയസ്ലി. Node.js നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലും റൺ ചെയ്യും, വിൻഡോസ്, മാക്, ലിനക്സ് എല്ലാത്തിലും റൺ ചെയ്യും. സോ അതൊരു ക്രോസ് പ്ലാറ്റ്ഫോം സപ്പോർട്ട് കൂടി Node.js തരുന്നുണ്ട്. അതുപോലെ പെർഫോമൻസ് Node.js ഞാൻ നേരത്തെ പറഞ്ഞു നോൺ ബ്ലോക്കിംഗ് ആയ അസിൻക്രോണസ് നേച്ചർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കൺകറന്റ് കണക്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റും വിത്ത് ലിമിറ്റഡ് നമ്പർ ഓഫ് ത്രെഡ്സ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ Node.js ഹൈലി പെർഫോമൻ്റ് ആണ്. അപ്പോൾ റിയൽ ടൈം ആപ്ലിക്കേഷൻസിനൊക്കെ Node.js ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. സോ നിങ്ങൾക്ക് ഒരു IO ഇൻറ്റൻസീവ് ആപ്ലിക്കേഷനാണ് നിങ്ങൾ, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഭയങ്കരമായിട്ട് IO ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ Node.js ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇറ്റ്സ് എ ബെസ്റ്റ് കാൻഡിഡേറ്റ് ഫോർ ദാറ്റ് ജോബ്. അല്ലാത്ത കേസിലൊക്കെ നിങ്ങൾക്ക് വേറെ ലാംഗ്വേജസിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് Node.js തന്നെ വർക്കർ ത്രെഡുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ മെയിൻ ത്രെഡിൻ്റെ ടാസ്കുകൾ നിങ്ങൾക്ക് ഓഫ്ലോഡ് ചെയ്യാവുന്നതാണ്. CPU ഇൻറ്റൻസീവ് ടാസ്കുകൾ നിങ്ങൾക്ക് ഓഫ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ സ്കെയിലബിലിറ്റി Node.js ആപ്ലിക്കേഷൻ എഫിഷ്യൻ ബോത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. ഓക്കെ, ഇങ്ങനെ അത് വായിക്കുകയാണ്. അപ്പോൾ വേറൊന്നുമല്ല, സ്കെയിലബിലിറ്റിയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള സ്കെയിലബിലിറ്റിയാണ്, വെർട്ടിക്കലി, ഹൊറിസോണ്ടലി. വെർട്ടിക്കലി എന്ന് പറയുമ്പോൾ നമ്മൾ CPU മെമ്മറിയും ആഡ് ചെയ്ത് മെഷീൻസിൻ്റെ സ്പെക്ക് കൂട്ടുന്നു. ഹൊറിസോണ്ടൽ സ്കെയിലബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പല ഇൻസ്റ്റൻസ് ഓഫ് മെഷീൻസ് നമ്മൾ അല്ലെങ്കിൽ VMs നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സ്കെയിലബിലിറ്റി ഫാക്ടേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ വെർട്ടിക്കലി സ്കെയിൽ ചെയ്യുമ്പോൾ CPUവിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Node.js ആപ്ലിക്കേഷൻ ക്ലസ്റ്റർ മോഡിൽ റൺ ചെയ്യുന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ അത് ബൈ ഡിഫോൾട്ട് സിംഗിൾ കോറിൽ മാത്രമാണ് അത് റൺ ചെയ്യുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് Node.js യൂസ് ചെയ്യുന്നതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JavaScript, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ JavaScript ഈസ് എവരിവെയർ. സോ നിങ്ങൾക്ക് സെയിം ടെക്നോളജി ബോത്ത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡിലും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ഒറ്റ എഫേർട്ട് എടുത്താൽ മതി ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ക്ലയൻറ്റ് സൈഡിലും സെർവർ സൈഡിലും ഉപയോഗിക്കാം. ദെൻ പിന്നെ Node.jsന്റെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കോക്സ് ആൻഡ് അവരുടെ ആർക്കിടെക്ചർ മനസ്സിലാക്കിയാൽ മാത്രം മതി നിങ്ങൾ ഒരു എഫിഷ്യൻറ്റ് ബാക്ക് എൻഡ് ഡെവലപ്പറും നിങ്ങൾക്ക് ആ Node.jsൽ ബാക്ക് എൻഡ് ഡെവലപ്പറും ആവാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ Node.jsന്റെ യൂസ് കേസാണ്, കുറച്ച് യൂസ് കേസുകളാണ്. റിയൽ ടൈം ആപ്ലിക്കേഷൻസ്, APIs ആൻഡ് മൈക്രോ സർവീസസ്, അതുപോലെ സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻസ്. വീഡിയോ സ്ട്രീമിങ്ങിനൊക്കെ ഡാറ്റ സ്ട്രീമിങ്ങിനൊക്കെ ഭയങ്കര എഫിഷ്യൻ്റ് ആണ് Node.js. ബിക്കോസ് ഡാറ്റ സ്ട്രീമിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് മെയിൻലി IO ആപ്ലിക്കേഷൻ. അപ്പോൾ അതിനെല്ലാം ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണ് Node.js. ഓക്കെ, അപ്പോൾ Node.js നമ്മൾ ഡിസ്കസ് ചെയ്ത പവർഫുൾ ആണ്. ആൻഡ് അതിൻ്റെ വെർസൈറ്റിൽ റൺ ടൈം എൻവയോൺമെൻറ്റ് സപ്പോർട്ട് നമുക്ക് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോമിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ റൺ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നു. ഇനി അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കമ്മ്യൂണിറ്റി യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് Express.js. ഓക്കെ, അപ്പോൾ Express.js Node.js ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം പോപ്പുലറായ കുറച്ച് ടൈമിൽ തന്നെ എക്സ്പ്രസ്സും അതുപോലെ വന്നു. എല്ലാ ഡെവലപ്പേഴ്സും പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്തു. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ ഏറ്റവും ഫസ്റ്റ് Node.jsലോട്ട് പഠിക്കുമ്പോൾ നമ്മൾ എക്സ്പ്രസ്സിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ്പ്രസ്സിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അന്ന് പ്രോമിസൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിലുള്ളത്. ഞാൻ പ്രോമിസിൻ്റെ ടൈമിൽ കോൾ ബാക്കിൻ്റെ ടൈമിലാണ് വന്നത്, പിന്നെയാണ് പ്രോമിസിൻ്റെ ഇതിലോട്ടൊക്കെ കൺവേർട്ട് ആയത്. അപ്പോൾ Express.js അത്രയും വളരെ ലെഗസി ആയിട്ടുള്ളൊരു ഫ്രെയിം വർക്കാണ്. എനിക്ക് തോന്നുന്നു വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്കിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രെയിം വർക്കാണ് Express.js. കാരണം ഒരുപാട് ആളുകൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫ്രെയിം വർക്കാണ്. ഭയങ്കര സിമ്പിളാണ്, യെറ്റ് ഭയങ്കര പവർഫുൾ. നിങ്ങൾക്ക് അതിൻ്റെ റൂട്ടിംഗ് മെക്കാനിസം, ഇതിൻ്റെ മിഡിൽ വെയറും ഭയങ്കര എലഗൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഡിസൈനേഴ്സ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. Express.js നിങ്ങൾ ഇപ്പോൾ കുറേ പുതിയ ഫ്രെയിം വർക്കുകൾ വരുന്നുണ്ട്.
ഫോർ എക്സാമ്പിൾ ഫാസ്റ്റിഫൈ അങ്ങനത്തെ ഫ്രെയിംവർക്കുകളെല്ലാം ഇതിലൂടെയും പെർഫോമൻറ്റ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫ്രെയിംവർക്കുകളാണ്. പക്ഷേ സ്റ്റിൽ അവരുടെ എല്ലാം ഡിസൈൻ നിങ്ങൾ ഏത് ഫ്രെയിംവർക്ക് നോഡ് ജേസിൻ്റെ എടുത്തു കഴിഞ്ഞാലും വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് എടുത്താൽ അവരുടെ എല്ലാം റൂട്ട് ആക്ച്വലി എവിടെയാണ് എക്സ്പ്രസിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. എക്സ്പ്രസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഒട്ടുമിക്ക അതിൻ്റെയും ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എക്സ്പ്രസിൻ്റെ API എക്കോസിസ്റ്റത്തിനോട് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പലരും അതിൻ്റെ ഒരു API ഫോർമാറ്റും അവർ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. സോ എക്സ്പ്രസ് വളരെ മിനിമലിസ്റ്റ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ നോഡ് ജേസ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്കാണ്. ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കത് തരുന്നുണ്ട്. ടു ബി ഫ്രാങ്ക് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫ്രെയിംവർക്കാണ്. ഇത്രയും എൻ്റെ എക്സ്പീരിയൻസിൽ ഇത്രയും ഇതല്ലാതെ വേറൊരു ബിഗിനർ ഫ്രണ്ട്ലി ഫ്രെയിംവർക്ക് ഞാൻ വേറെ കണ്ടിട്ടില്ല. ലേറ്റസ്റ്റ് വേർഷൻ 4.19.2 ആണ്. ആൾസോ നിങ്ങൾക്ക് ഒരു 5.0 ബീറ്റ വേർഷനും അവൈലബിൾ ആണ്. നിങ്ങൾക്കത് എക്സ്പെരിമെൻ്റ് എടുത്ത് ചൂസ് ചെയ്ത് വർക്ക് ചെയ്യാം. സ്റ്റിൽ ഡെവലപ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് റൂട്ടിംഗ്, മിഡിൽ വെയർ, ടെംപ്ലേറ്റ് എഞ്ചിൻ, സെർവർ ഹാൻഡ്ലിംഗ്, ഇതെല്ലാം ഔട്ട് ഓഫ് ദ ബോക്സ് സപ്പോർട്ടറാണ് എക്സ്പ്രസ് ജേസിൽ. സോ യു ഡോണ്ട് ഹാവ് ടു വറി എനിത്തിങ്. ആക്ച്വലി യു ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്രസ് ജേസ് പഠിച്ചാൽ മതി. എവറിത്തിങ് വിൽ ബി ആക്ച്വലി ഭയങ്കര ഈസി ആയിട്ട് തോന്നും നിങ്ങൾക്ക് നോഡ് ജേസിലോട്ട്. അപ്പോൾ എക്സ്പ്രസിൻ്റെ എന്തിനാണ് എക്സ്പ്രസ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എക്സ്പ്രസ് ഇല്ലാതെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പറ്റും. ബേസിക്കലി അണ്ടർ ദ ഹുഡ് എക്സ്പ്രസ് യൂസ് ചെയ്യുന്നത് HTTP ഫ്രെയിംവർക്കാണ്. ആ HTTP ലൈബ്രറിയാണ് നോഡ് ജേസ് പ്രൊവൈഡ് ചെയ്ത് ബിൽറ്റ് ഇൻ ലൈബ്രറി ആയിട്ടുള്ള HTTP തന്നെയാണ്. സോ നിങ്ങൾക്ക് അത് വെച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് കസ്റ്റമായിട്ടുള്ള ഒരു സെർവർ ഉണ്ടാക്കി എടുക്കാം, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾ വൈ റീ ഇൻവെൻറ്റിങ് ദ വീൽ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ഒന്ന് റൂട്ടിംഗ് മെക്കാനിസം ഒക്കെ ഫ്രം സ്ക്രാച്ച് ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഡബിൾ എഫേർട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ പർപ്പസിന് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഐ റെക്കമെൻഡ് ഹൈലി യൂസ് ഡയറക്ട്ലി എക്സ്പ്രസ് ജേസ് ഓർ അതർ ഫ്രെയിംവർക്ക്, നോട്ട് ഗോ ഇൻ ടു ബെയർ ആയിട്ടുള്ള HTTP ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാതിരിക്കുക ആക്ച്വലി. അപ്പോൾ സിംപ്ലിസിറ്റി, ഫ്ലെക്സിബിലിറ്റി ആണ് എൻ്റെ ഏറ്റവും ഒരു ഫീച്ചർ ആക്ച്വലി. ദെൻ റൂട്ടിംഗ്, മിഡിൽ വെയർ സ്റ്റാക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ മിഡിൽ വെയർ സ്റ്റാക്ക് ഈസ് വെരി എഫിഷ്യൻ്റ് ആണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സപ്പോർട്ടാണ് ഇതിൻ്റെ വേറെ ഫീച്ചർ ആക്ച്വലി. നിങ്ങൾക്ക് ഇത്രയും ഒരു ലാർജ് കമ്മ്യൂണിറ്റി ബേക്കർ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് എക്സ്പ്രസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ പോയി ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കിപ്പോൾ അത് റെഡിറ്റ് ആയിക്കോട്ടെ, ഗിറ്റബ് ആയിക്കോട്ടെ, എവിടെ പോയി ചോദിച്ചാലും ആളുകൾ ഇതിൻ്റെ എക്സ്പേർട്സ് ഇഷ്ടം പോലെ എക്സ്പേർട്സ് ആണ് ഉള്ളത്. സോ അത് നിങ്ങൾക്ക് യാതൊരു വറിയും അവിടെ വേണ്ട. അതുപോലെ API ഡെവലപ്മെൻറ്റ്, വെബ് ആപ്ലിക്കേഷൻ, മൈക്രോ സർവീസസ് ഡെവലപ്മെൻറ്റോ എല്ലാം നമ്മൾ എക്സ്പ്രസ് ജേസ് നമുക്ക് ഉപയോഗിക്കും. അപ്പോൾ എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നമുക്ക് ഈ കമാൻഡ് റൺ ചെയ്താൽ മതി, npm install express. അത് എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തോളും. ദെൻ നമുക്കൊരു ബേസിക് സെർവർ അത് വെച്ചിട്ട് സെറ്റപ്പ് ചെയ്യാം. ഇതിൻ്റെ ഒരു വർക്കിംഗ് ഡെമോ ഞാൻ എൻഡ് ഓഫ് ദിസ് വീഡിയോ നമ്മൾ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എക്സ്പ്രസ് ജേസ് നിങ്ങൾ നോഡ് ജേസിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പ്രസ് ജേസ് നിങ്ങൾ ആദ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് ജേസ് ആണ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ടു സ്റ്റാർട്ട്. വൺസ് എക്സ്പ്രസ് ജേസ് എല്ലാം സെറ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ വേറെ ഏതെങ്കിലും ഫ്രെയിംവർക്ക് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ പോസ്റ്റ്ഗ്രസ് ആണ് നമ്മുടെ ഡാറ്റാബേസ്. ആക്ച്വലി നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഈ ഒരു വീഡിയോ കോഴ്സിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഡാറ്റാബേസ് പോസ്റ്റ്ഗ്രസ് ആണ്. എന്തുകൊണ്ട് പോസ്റ്റ്ഗ്രസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്ഗ്രസ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് ആണ്. ഓക്കെ, സോ മോംഗോഡിബിനേക്കാളും എനിക്ക് തോന്നുന്നു മോംഗോഡിബി എൻ്റയർലി വേറൊരു യൂസ് കേസ് ആണ്. സോ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ എല്ലാവരും നോഡ് ജേസ് പഠിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ആദ്യം ചെല്ലുന്നത് ഒരു നോഡ് ജേസ് മോംഗോഡിബി ആയിട്ടുള്ളൊരു ഡാറ്റാബേസും കാര്യങ്ങളും സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു കോഴ്സ് മെയിൻ സ്റ്റാക്കിൻ്റെ ഒരു കോഴ്സ് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, മോംഗോഡിബിനേക്കാൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പോസ്റ്റ്ഗ്രസ് പോലുള്ള ഒരു റിലേഷണൽ ഡാറ്റാബേസ് നോഡ് ജേസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടൊരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് വെരി കൺവീനിയൻറ്റ് ആക്ച്വലി ടു യൂസ് പോസ്റ്റ്ഗ്രസ്. ഓക്കെ, ആൻഡ് പോസ്റ്റ്ഗ്രസ് വളരെ പെർഫോമൻ്റ് ആണ്. പോസ്റ്റ്ഗ്രസ് ബിൽറ്റ് ഇൻ JSON സപ്പോർട്ട് ഉണ്ട്. പോസ്റ്റ്ഗ്രസിന് നിങ്ങൾക്ക് ക്യൂ ആയിട്ട് ഉപയോഗിക്കാം. പോസ്റ്റ്ഗ്രസിന് ജിയോസ്പേഷ്യൽ സപ്പോർട്ട് ഉണ്ട്. പോസ്റ്റ്ഗ്രസിന് അഡീഷണൽ എക്സ്റ്റൻഷൻസ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോസ്റ്റ്ഗ്രസിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു SQL സെർവറാണ് പോസ്റ്റ്ഗ്രസ്. റിലേഷണൽ സെർവറാണ് പോസ്റ്റ്ഗ്രസ്. അപ്പോൾ പോസ്റ്റ്ഗ്രസ് ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് ആണ്. ആൻഡ് അതിൻ്റെ ഏറ്റവും കീ ഫീച്ചേഴ്സ് ആസിഡ് കംപ്ലയൻസ്. എല്ലാ ഒരു റിലേഷണൽ ഡാറ്റാബേസും പ്രൊവൈഡ് ചെയ്യുന്ന പോലെ ആസിഡ് കംപ്ലയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റെൻസിബിലിറ്റി, നിങ്ങൾക്ക് കസ്റ്റം എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫംഗ്ഷൻസ് ഒക്കെ എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് പോസ്റ്റ്ഗ്രസിൻ്റെ അഡീഷണൽ ഫംഗ്ഷനാലിറ്റി നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ക്യൂ ആയിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും.
ഡാറ്റ ടൈപ്സ് പോസ്റ്റ്ഗ്രസ് വൈഡ് റേഞ്ച് ഓഫ് ഡാറ്റ ടൈപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റം ഡാറ്റാബേസ് കസ്റ്റം ഡാറ്റ ടൈപ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ജെയ്സൺ സപ്പോർട്ട് ചെയ്യും, അറേ സപ്പോർട്ട് ചെയ്യും, ജിയോമെട്രിക്കൽ ഡാറ്റ ടൈപ്സ് സപ്പോർട്ട് ചെയ്യും. Scalability. Postgres actually known for its supporting complex queries and a high volume of data. I mean, it is known for supporting complex queries and high volumes of data. Okay, scaling. Postgres actually using large scale deployments in large scale enterprise applications. Postgres use it. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വൈ യൂസ് പോസ്റ്റ്ഗ്രസ്, റിലയബിലിറ്റി, സ്റ്റെബിലിറ്റി, സ്കിൽ കംപ്ലയൻസ്, എക്സ്റ്റൻസീവ് ഫീച്ചേഴ്സ്, കമ്മ്യൂണിറ്റി സപ്പോർട്ട്. വാസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ എന്തായാലും കിട്ടും ഈ കമ്മ്യൂണിറ്റിയിൽ. ഒരു പോപ്പുലർ യൂസ് കേസസ് ആണ് ഡാറ്റ വെയർ ഹൗസിംഗ്, ട്രാൻസാക്ഷണൽ ആപ്ലിക്കേഷൻസ്, ജിയോസ്പേഷ്യൽ ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് ഇത് വെച്ച് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് നമ്മുടെ ഒരു സമ്മറി. ഇതൊരു ക്വിക്ക് സമ്മറി ആണ്, എനിക്കറിയാം. കാരണം എനിക്കത് ഇതിലോട്ട് കൂടുതൽ ഡൈവ് ചെയ്തിട്ട് നിങ്ങൾ ടൈം ഇതാക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്വിക്ക് സമ്മറി ഓടിപ്പോയത് തന്നെയാണ്, നമുക്ക് അറിയാം. പക്ഷേ നമ്മൾ അടുത്ത വീഡിയോസിൽ നമ്മൾ ഇത്തിരി കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് എടുത്ത് നമ്മൾ ഇത്തിരി കൂടി നമ്മളൊരു എൻഡ് ടു എൻഡ് ഒരു ഡിസൈൻ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് മൊത്തം നമ്മൾ ഫോളോ ചെയ്തിട്ട് നമ്മൾ നല്ലൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.